നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രോബ്ലം ഇതുപോലെ നോക്കാം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് 1/√(1 - അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫോർമുല എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√. ആ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? S² അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും വെച്ചിട്ടുണ്ടെ 1 - S²² തീർന്നോ? ഇല്ല. എക്സ് ഒഴിച്ച് എന്തു വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ S²ൻ്റെ ഡെറിവേറ്റീവോടെ വരും. എന്താ S²ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x നമുക്കറിയാം അല്ലേ? അങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് e റേസ് ടു എക്സ്. അവിടെ ഫോർമുല അനുസരിച്ച് നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√. എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? e റേസ് ടു എക്സ്. 1 മൈനസ് ഈ e റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ആ e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? e റേസ് ടു എക്സ്. തീർന്നു, പണി തീർന്നു. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് a റേസ് ടു എക്സ്. അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√(1 മൈനസ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? a റേസ് ടു എക്സ്. അപ്പോൾ a റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ എന്തോടെ വരും? ഈ a റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് a റേസ് ടു എക്സ് ഇൻറ്റു log a വരും. ക്ലിയർ ആയല്ലോ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് S² എന്ന് വെച്ചു. എന്താണ് ഡെറിവേറ്റീവ്? കോസിൻ്റെ ഡെറിവേറ്റീവിനകത്ത് സൈൻ്റെ വ്യത്യാസമായിട്ടൊരു മൈനസോടെ വരും അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -1/√(1 - S² ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? 1/√(1 - S². എക്സിൻ്റെ സ്ഥാനത്ത് S² കൊടുക്കും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ S²ൻ്റെ ഡെറിവേറ്റീവ് 2x വരും. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. പക്ഷേ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ എന്ത് വരും? അതിനകത്തൊരു മൈനസോടെ ചേർത്താൽ മതി അല്ലേ? ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് e റേസ് ടു എക്സ്. എന്തായിരിക്കും നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -1/√. എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? e റേസ് ടു എക്സ്. അപ്പോൾ 1 മൈനസ് ആ എക്സിൻ്റെ സ്ഥാനത്ത് e റേസ് ടു എക്സ് കൊടുത്തു ഹോൾ സ്ക്വയർ. തീർന്നോ? ഇല്ല. എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്? ഈ e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റേസ് ടു എക്സ്. ക്ലിയർ ആയല്ലോ? ഡെറിവേറ്റീവിനകത്ത് നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചേക്കണേ എന്താ? 1/x അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഗരിതമിക് ഫങ്ഷൻ എന്ന ടോപ്പിക്കിനകത്താണ്. ലോഗ് അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു ലോഗ് x² എന്നാന്ന് വെച്ചോ. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ഇവിടെ x ആണെങ്കിൽ 1/x വരും. അങ്ങനെയാണെങ്കിൽ ലോഗ് x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് 1/s² വരും. പിന്നെ നമുക്കറിയാം ഈ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതായിരിക്കും? ഈ S²ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. ആൻസറായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് അല്ലേ? ദെൻ അടുത്ത രണ്ടാമത്തെ നോക്കാം. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് നോക്കാം. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/.
എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? സൈൻ എക്സ്. അപ്പം നമ്മൾ 1 എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? സൈൻ എക്സ് അല്ലേ? അപ്പോൾ ആ സൈൻ എക്സ് വന്നു. തീർന്നോ? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അവിടെ വരും. സിമ്പിളാണല്ലേ? ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു ലോഗ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ dy ബൈ dx ഈക്വൽ ടു 1 അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ കൊച്ചുങ്ങളെ? ടാൻ ഇൻവേഴ്സ് എക്സ് ആണല്ലേ? അപ്പം നമ്മൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വരും? ഈ ടാൻ ഇൻവേഴ്സ് എക്സ് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ്. തീർന്നോ? ഇല്ല. എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും അവിടെ? ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് എസ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു log x. Then dy by dx ഈക്വൽ ടു, ആദ്യം ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? ലോഗിൻ്റെ ഡെറിവേറ്റീവ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. അപ്പോൾ എന്ത് വരും? 1 ആ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാണ്? log x അല്ലേ? അപ്പോൾ 1/log x. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ log xൻ്റെ ഡെറിവേറ്റീവ് 1/x. പിന്നെ ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതോടുകൂടി അവിടെ തീർന്നു. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു ലോഗ് a റൈസ് ടു എക്സ്. ഏതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്? എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കണം a റൈസ് ടു എക്സ്. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy ബൈ dx ഈക്വൽ ടു 1 a റൈസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കണം? a റൈസ് ടു എക്സ്. അപ്പോൾ a റൈസ് ടു എക്സ്. ഇനി ഇത് എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്? ഈ a റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് a റൈസ് ടു എക്സ് log a. വേണമെങ്കിൽ കോമൺ ഉള്ള a റൈസ് ടു എക്സ് വെട്ടിപ്പോയിട്ട് നമുക്ക് എഴുതാം, വേണമെങ്കിൽ എഴുതിയാൽ മതി. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു ലോഗ് ടാൻ ഇൻവേഴ്സ് എക്സ്. ലോഗ് ടാൻ എക്സ്. എവിടെ ഡെറിവേറ്റീവ് പറഞ്ഞു നോക്കിയേ? dy ബൈ dx ഈക്വൽ ടു ഏതിൻ്റെ ഡെറിവേറ്റീവ്? ലോഗിൻ്റെ ഡെറിവേറ്റീവ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/x. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ? ടാൻ എക്സ്. അപ്പോൾ 1/tan x വരും. പിന്നെ തീർന്നോ? ഏതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ വേണം? ഈ എക്സ് ഒഴിച്ച് എന്ത് കിടന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ പഠിച്ചേക്കുന്നത്? c²x. ദെൻ ആൻസറായി. വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല, ഇത്ര എഴുതിയാൽ മതി.